Hello friends, welcome back. So ഇന്ന് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഇക്വേഷൻസ് ആണ്. നമ്മൾ തിയറിറ്റിക്കൽ ആസ്പെക്ട്സിൽ കുറെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അക്കൗണ്ടിങ് ഫീച്ചേഴ്സ്, പിന്നെ പ്രിൻസിപ്പിൾസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോസ് ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഇക്വേഷനെ കുറിച്ചിട്ടാണ്. എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ, എങ്ങനെയാണ് അക്കൗണ്ടിങ് ഇക്വേഷൻസിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്, അതേപോലെ അത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ് നമ്മളുടെ ഇന്നത്തെ ഒരു സെഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മൈസെൽഫ് അരുൺ കുമാർ, അസിസ്റ്റന്റ് പ്രൊഫസർ. സോ നമുക്ക് നേരിട്ട് അക്കൗണ്ടിങ് ഇക്വേഷൻസിന്റെ ഭാഗത്തേക്ക് എന്ത് ചെയ്യാം, കിടക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അക്കൗണ്ടിങ് ഇക്വേഷൻസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ഇക്വേഷന്റെ മീനിങ് എന്താണ്, അതേപോലെ തന്നെ അതിന്റെ ഫോർമാറ്റ്, ഏത് രീതിയിലാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രിപ്പയർ ചെയ്യേണ്ടത്, ബേസിക് പ്രോബ്ലംസ്, അതുകൂടാതെ തന്നെ കുറച്ച് വേർഡ് പ്രോബ്ലംസ് കാണാം കൂടുതലുമായിട്ടും അക്കൗണ്ടിങ് ഇക്വേഷന്റെ ഭാഗത്ത് നിന്ന് വരാറ്, എസ്പെഷ്യലി ഫോർ സ്റ്റേറ്റ് സിലബസ് ആൻഡ് ഓൾസോ ഫോർ CBSE സ്റ്റുഡൻസിനോട്. നോട്ട് അനാലിസിസ് ആൻഡ് കൺക്ലൂഷൻ എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യുന്നു. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ? അക്കൗണ്ടിങ് ഇക്വേഷന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഈസ് ദ മെയിൻ ആസ്പെക്ട് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ്. അപ്പൊ ഈ ഒരു അക്കൗണ്ടിങ് ഇക്വേഷനെ സംബന്ധിച്ചോളം ഇതിന്റെ ഒരു മീനിങ്ങിൽ കൃത്യമായിട്ട് പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ബിസിനസിന്റെ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടോട്ടൽ ഓഫ് ദ ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റി ആയിരിക്കും. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ബിസിനസിന്റെ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഇറ്റ്സ് ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഇതിന്റെ ബിസിനസിന്റെ ബാധ്യത അതേപോലെ ബിസിനസിന്റെ ക്യാപിറ്റൽ രണ്ടും കൂടി ടോട്ടൽ ചെയ്താൽ എത്രയാണോ അത് രണ്ടിന്റെയും ടോട്ടൽ ആണ് നമ്മൾ എന്ത് ബിസിനസിന്റെ അസറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, so that is assets of a business are always equal to, not the term always. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും, എന്ത് സിറ്റുവേഷൻ അറൈസ് ചെയ്തതും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. To the total of its liabilities and owners capital, that is owners fund or capital. Okay, so accounting equation എന്ന് പറഞ്ഞാൽ asset equal to liability plus capital. ഓണറുടെ ഫണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ആയിരിക്കും ബിസിനസിന്റെ ടോട്ടൽ അസറ്റ്സ് എന്നുള്ളതാണ് ഇതിന്റെ മീനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ ശരിക്കും പറഞ്ഞാൽ ലൂക്ക പാക്യുള എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ ആണ് കണ്ടെത്തിയിട്ടുള്ളത്. 1494 കണ്ടെത്തിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ബേസ്ഡ് ഓൺ LHS ആൻഡ് LHS ഈസ് ഈക്വൽ ടു RHS. LHS RHS ഈക്വൽ ആണ് എന്നത്, അതായത് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എപ്പോഴും എന്തിന് ഈക്വൽ ആയിരിക്കും, നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് സൈഡിന് ഈക്വൽ ആയിരിക്കുന്നത്. നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എന്തായിരിക്കും, എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കും. ഒരു തുലാസ് പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, തുലാസ് നമ്മൾ വെയിറ്റ് ഇടുന്ന സമയത്ത് രണ്ടും ഒരേപോലെ ബാലൻസ് ആകുന്ന രീതിയിലായിരിക്കണം ഉണ്ടായിരിക്കുക, നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് സൈഡ്. ദാറ്റ് ഈസ് LHS ഈസ് ഈക്വൽ ടു RHS. അപ്പൊ നമുക്കറിയാം ഇതിന്റെ LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്തൊക്കെ ആസ്പെക്ട്സ് ആണ് വരുന്നത്, റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തൊക്കെ ആസ്പെക്ട്സ് ആണ് വരുന്നത് എന്ന് നമ്മൾ നോക്കാം. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ആസ്പെക്ട് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അസറ്റ്സ് എന്ന് പറയുന്ന ആസ്പെക്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ന് വരുന്ന ആസ്പെക്ട് ആണ് എന്ത്, അസറ്റ്സ് എന്ന് പറയുന്ന ആസ്പെക്ട്. ദെൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നതാണ് ഇത് ക്യാപിറ്റൽ, അതേപോലെ തന്നെ ലയബിലിറ്റി. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ അസറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു എല്ലാ അസറ്റ്സും, ദാറ്റ് ആർ കറന്റ് അസറ്റ്സും അതേപോലെ തന്നെ നോൺ കറന്റ് അസറ്റ്സും, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ അസറ്റ്സുകളും ഏതിൽ പെടുന്നതാണ്, അസറ്റ്സ് കാറ്റഗറിയിൽ പെടുന്നതാണ്. ടോട്ടൽ ഓഫ് കറന്റ് അസറ്റ്സ് പ്ലസ് നോൺ കറന്റ് അസറ്റ്സ്, ലോങ് ടേം അസറ്റ്സ് അതേപോലെ തന്നെ ഷോർട്ട് ടേം അസറ്റ്സ് എല്ലാം തന്നെ നമുക്ക് അസറ്റിന്റെ രീതിയിൽ പെടുത്താം. ക്യാപിറ്റൽ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഇതെന്താണ്, ഓണറുടെ ഫണ്ടാണ്, ഓണേഴ്സ് ഫണ്ടാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ലയബിലിറ്റി എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി ആണ്. ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു ഇക്വേഷൻ ഒന്നും കൂടി ഇൻ ഡീറ്റെയിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ നോക്കും. കാരണം ആ എക്സ്പാൻഷനിലൂടെ നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ എന്താകും വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കും, ഓരോ ഐറ്റംസുകളും നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട്. ഓക്കെ, ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ബിസിനസ്സിൽ എന്ത് തന്നെ സംഭവിച്ചാലും നോ മാറ്റർ വാട്ട് ഹാപ്പൻസ് ഇൻ ദ ബിസിനസ്, ഈ ബിസിനസ്സിൽ എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും അക്കൗണ്ടിങ് ഇക്വേഷൻ ഇതേ രീതിയിൽ തന്നെയായിരിക്കും. അതായത് അസറ്റ് എപ്പോഴും എന്തിന് ഈക്വൽ ആയിരിക്കും, ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ഈക്വൽ ആയിരിക്കും. ഇതിൽ യാതൊരു മാറ്റമില്ല. എനി കൈൻഡ് ഓഫ് മോണിറ്ററി ട്രാൻസാക്ഷൻസും ബിസിനസ്സും നടന്നോ, നിങ്ങളുടെ അസറ്റ് വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. ഓക്കെ, നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് ഒന്നും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇതിന്റെ ഒരു എക്സ്പാൻഡഡ് ഫോം ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. നോക്കാം, ഞാൻ പറഞ്ഞു അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏതൊക്കെ പെടും,
കറന്റ് അസറ്റും പെടും, അതേപോലെ തന്നെ നോൺ കറന്റ് അസറ്റ്സ് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും അസറ്റ്സ് കാറ്റഗറിയിൽ വരും. ലയബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഞാൻ പറഞ്ഞു കറന്റ് ലയബിലിറ്റിയും വരും, അതേപോലെ തന്നെ നോൺ കറന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞ ഈ രണ്ട് കാര്യം, അതായത് ഔട്ട്സൈഡേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ബിസിനസ് എന്തൊക്കെ ബാധ്യതയുണ്ടോ എല്ലാ ബാധ്യതകളും ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. ഇനി വരുന്ന ഐറ്റമാണ് ക്യാപിറ്റൽ. ഈ ക്യാപിറ്റലിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണ്. ക്യാപിറ്റൽ എന്ന് പറയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ക്യാപിറ്റി അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഇക്വിറ്റി എന്നുള്ള പേരിൽ നമ്മൾ ഇതിനെ പറയുന്നുണ്ട്, ഇക്വിറ്റി. അപ്പൊ ഈ ഇക്വിറ്റി എന്ന് പറയുന്ന സമയത്താണ് ഈ ഒരു ഡിവിഷൻ ശരിക്കും വരിക, ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് ഇക്വിറ്റി എന്ന് പറയുന്നത് അവിടെ ഷെയർ ക്യാപിറ്റൽ, അതേപോലെ തന്നെ റീറ്റേൺ ഏർണിങ്സ് എന്നിങ്ങനെ രണ്ട് കാറ്റഗറൈസേഷൻ ഉണ്ട്. നമ്മളുടെ ഒരു +1 ലെവൽ നോളജിൽ നമുക്ക് ആവശ്യം വരുന്ന ഈ ലാസ്റ്റ് സ്റ്റേജ് ആണ്. നമുക്ക് ഈ ഒരു കാര്യം മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കിയാൽ മതി. അതായത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇക്വിറ്റി എന്ന് പറയാൻ ശരിക്കും ഷെയർ ക്യാപിറ്റൽ പ്ലസ് എന്താണ്, റീറ്റേൺ ഏർണിങ്സ് ആണ്. ഇതിൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കോൺട്രിബ്യൂട്ടഡ് ക്യാപിറ്റൽ, അതായത് ഇതാണ് നമ്മളുടെ എന്ത് ഓണേഴ്സ് ഫണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് ഓണർ കൊണ്ടുവന്നിരിക്കുന്ന ക്യാപിറ്റൽ. ഇനി റീറ്റെയിൻ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്, അതായത് ദ പ്രോഫിറ്റ് വിച്ച് ഹാസ് ബീൻ അപ്പോർഷൻഡ് ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ, റിസർവ് ആക്കി മാറ്റി വെച്ചിട്ടുള്ള, അതായത് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസിന്റെ എക്സ്പാൻഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രോഫിറ്റ് ഒരു വിഹിതം മാറ്റി വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റീറ്റെയിൻ ഏർണിങ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ റീറ്റെയിൻ ഏർണിങ്സ് തുടക്കത്തിൽ കഴിഞ്ഞ വർഷമൊക്കെ മാറ്റി വെച്ച റീറ്റെയിൻ ഏർണിങ്സ് ഉണ്ടെങ്കിൽ അത് പ്ലസ് അതിന്റെ കൂടെ റവന്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. റവന്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അതായത് നമ്മളുടെ ഇൻകംസ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എക്സ്പെൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഡിവിഡൻഡുകൾ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് നമ്മൾ കൊടുക്കുന്ന പ്രോഫിറ്റിന്റെ വിഹിതത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിവിഡൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ബിസിനസ്സിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റവന്യൂ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഏതിന്റെ കൂടെയാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്, ക്യാപിറ്റലിന്റെ കൂടെയാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പ്രോഫിറ്റ് അറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഏതിന്റെ കൂടെയാണ് ആഡ് ചെയ്യേണ്ടത്, ക്യാപിറ്റലിന്റെ കൂടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒരു എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എവിടെയാണ് ലെസ് ചെയ്യേണ്ടത്, ക്യാപിറ്റലിൽ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ലെസ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് എക്സ്പാൻഡഡ് ഫോമിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പൊ അതായത് ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ നിങ്ങൾ എഴുതുന്ന സമയത്ത് നമുക്കറിയാം, അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നാണ്. അപ്പൊ നിങ്ങൾക്കൊരു എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് നിങ്ങൾ എവിടെ ലെസ് ചെയ്യണം, ക്യാപിറ്റൽ സൈഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇക്വേഷനിൽ ക്യാപിറ്റൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ക്യാപിറ്റലിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. നിങ്ങൾക്ക് അതേപോലെ തന്നെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻകം നിങ്ങൾ എന്ത് ചെയ്യണം, ക്യാപിറ്റലിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഈ ഒരു കാര്യമാണ് നമ്മൾ എക്സ്പാൻഡഡ് ഫോം ഓഫ് ബിസിനസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എന്നുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസ് എഫക്ടിങ് 2 items ഉണ്ട്. ട്രാൻസാക്ഷൻസ് എഫക്ടിങ് 2 items. ഇവിടെ 2 items എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് രീതിയിലാണ്. 2 items. 2 items മീൻസ് ഒന്നെങ്കിൽ അസറ്റ് അല്ലെങ്കിൽ ലയബിലിറ്റി, അല്ലെങ്കിൽ ലയബിലിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ. ഈ 3 ഐറ്റത്തിൽ, അതായത് അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഈ 3 ഐറ്റത്തിൽ ഏതെങ്കിലും 2 ഐറ്റത്തിനെ മാത്രം എഫക്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് സംഭവിക്കാം. അസറ്റിനെയോ ലയബിലിറ്റിയോ ക്യാപിറ്റൽ, ഇത് 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 ഐറ്റത്തിനെ മാത്രം എഫക്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് സംഭവിക്കാം. അതിൽ തന്നെ എഫക്ടിങ് ഓപ്പോസിറ്റ് സൈഡ്സ് ഉണ്ട്, എഫക്ടിങ് സെയിം സൈഡ്സ് ഉണ്ട്. ഓപ്പോസിറ്റ് സൈഡിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സെയിം സൈഡിനെ എഫക്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻസും ഉണ്ട്. വ്യക്തമാക്കി തരാം. നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ആണല്ലോ. ഇപ്പൊ നമ്മൾ നോക്കാം ഓപ്പോസിറ്റ് സൈഡിനെ ഇഫക്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻ. ഓപ്പോസിറ്റ് സൈഡിനെ ഇഫക്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഫോർ എക്സാമ്പിൾ ഇൻട്രൊഡ്യൂസ്ഡ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നിങ്ങൾ നോക്കുക, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മളുടെ ബിസിനസ്സിലേക്ക് എന്ത് വന്നു, ക്യാഷ് ആണ് വരുന്നത്, അല്ല നമ്മളുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് ആണ് വരുന്നത്. അപ്പൊ ക്യാഷ് വരിക എന്ന് പറഞ്ഞാൽ നമുക്കത് എന്താണ്, ഒരു അസറ്റ് ആണ്. അതായത് നമ്മുടെ അസറ്റ് എന്തായിട്ടുണ്ട്, ഇൻക്രീസ് ആയിട്ടുണ്ട്, അല്ലെ. നമുക്ക് അസറ്റ് എന്തായിട്ടുണ്ട്, ഇൻക്രീസ് ആയിട്ടുണ്ട്. ഈ ഒരു സൈഡാണ്, അതായത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് ഇൻക്രീസ് ചെയ്തത്. ഇനി ഇത് എവിടെയാ അടുത്ത എഫക്ട് ഉണ്ടാവുക, അതിന് അടുത്ത ഇഫക്ട് എവിടെയാ ഉണ്ടാവുക, നമ്മളുടെ ബിസിനസിന്റെ ക്യാപിറ്റലുമാണ് എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത്. നമ്മുടെ ബിസിനസിന്റെ ക്യാപിറ്റലുമാണ് എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഏത് സൈഡും വന്നു, റൈറ്റ് ഹാൻഡ് സൈഡും വന്നു. അപ്പം ഓപ്പോസിറ്റ് സൈഡ് നോക്കുക,
ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിലും ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് ഇഫക്റ്റ് ആണ് വന്നിട്ടുള്ളത്. ഈ രണ്ട് ഇഫക്റ്റുകൾ വന്നു. ആ രണ്ട് ഇഫക്റ്റുകളും എവിടെയാണ് വന്നിട്ടുള്ളത്, ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, ഒന്ന് റൈറ്റ് ഹാൻഡ് സൈഡിൽ, അത് ഓപ്പോസിറ്റ് സൈഡിലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞ കാര്യമുണ്ടായിരുന്നു, ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ സംഭവം മനസ്സിലായിരുന്നു. നമ്മൾ ഈ ഒരു സെഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ പറയേണ്ട കാര്യമായിരുന്നു ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷന് രണ്ട് ഇഫക്റ്റ് ആണ് ഉണ്ടാവുക. വെറും രണ്ട് മാത്രമാണ് ഉണ്ടാവുക എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, മിനിമം രണ്ട് എഫക്റ്റ് ഉണ്ടായിരിക്കും. മിനിമം എത്ര എഫക്റ്റ് ഉണ്ടായിരിക്കും, രണ്ട് ഇഫക്റ്റ് ഉണ്ടായിരിക്കും. 3 ഇഫക്റ്റ്, 5 ഇഫക്റ്റ്, 6 ഇഫക്റ്റ് ഒക്കെ വരുന്ന പലതരം 8 ഇഫക്റ്റോളം വരുന്ന ട്രാൻസാക്ഷൻസ് വരെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളൊന്നും അതിലേക്ക് പോകുന്നില്ല. ബട്ട് മിനിമം 2 ഇഫക്ട്സുകൾ മാത്രം അറൈസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ മിനിമം 2 ഇഫക്ട്സ് അറൈസ് ചെയ്യുന്ന ഈ ട്രാൻസാക്ഷൻസിൽ ഈ രണ്ട് ഇഫക്ട്, ഇതിലിപ്പോ ഒരു ഇഫക്ട് വന്നത് എവിടെയാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, ഒരു ഇഫക്ട് എവിടെ വന്നിട്ടുള്ളത്, റൈറ്റ് ഹാൻഡ് സൈഡിൽ. അപ്പം ചില ട്രാൻസാക്ഷൻസ് ഓപ്പോസിറ്റ് സൈഡ്സുകളെ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ചില ട്രാൻസാക്ഷൻസുകൾ ഏത് സൈഡിനെ മാത്രം എഫക്ട് ചെയ്യുന്നുള്ളൂ, സെയിം സൈഡിനെ മാത്രം എഫക്ട് ചെയ്യുന്നുള്ളൂ. ഒരേ സൈഡിനെ മാത്രം എഫക്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതായത് നമുക്കറിയാം അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ആണ്. ഞാൻ എക്സാമ്പിൾ എടുക്കുകയാണ്. ഫോർ ഗുഡ്സ് പെർച്ചേസ്ഡ്, നമ്മൾ എന്ത് ചെയ്തു, ഗുഡ്സ് പർച്ചേസ് ചെയ്തു, 10,000 10,000 രൂപയുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഗുഡ്സ് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് എന്ത് വന്നു, സ്റ്റോക്ക് വരികയാണ് ചെയ്തത്. സ്റ്റോക്ക് അല്ലെ, ഗുഡ്സ് പർച്ചേസ് നമുക്ക് സ്റ്റോക്ക് വന്നു. ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ്, ഒരു അസറ്റ് ആണ്. അതേപോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ആണ് കൊടുത്തിട്ടുള്ളത്. ക്യാഷ് എന്ന് പറയുന്നത് നമ്മളുടെ എന്തായിരുന്നു, ഒരു അസറ്റ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കുക, ഇതിന്റെ ഇമ്പാക്ട് എവിടെ തന്നെ വരിക, അസറ്റ് സൈഡിൽ തന്നെ വരിക. അസറ്റ് സൈഡിൽ നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, അത് നമ്മുടെ ക്യാഷ് കുറഞ്ഞു. അതുകൂടാതെ നമുക്ക് പുതിയതായിട്ട് എന്ത് വന്നു, ഒരു സ്റ്റോക്ക് വന്നു. സ്റ്റോക്ക് അവിടെ എന്തായി, ഇൻക്രീസ് ചെയ്തു. അതായത് 10,000 രൂപയുടെ ക്യാഷും പോയി, പകരം 10,000 രൂപയുടെ എന്തും വന്നു, സ്റ്റോക്കും വന്നു. അപ്പൊ ഇവിടെ നോക്കുക, ഏത് സൈഡിൽ മാത്രമേ ഇമ്പാക്ട് വന്നിട്ടുള്ളൂ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മാത്രമേ ഇമ്പാക്ട് വന്നിട്ടുള്ളൂ, എഫക്ട് വന്നിട്ടുള്ളൂ. അപ്പം മനസ്സിലാക്കുക, ഓരോ ട്രാൻസാക്ഷൻസും ഡിഫറെന്റ് ട്രാൻസാക്ഷൻസും ഈ പറയുന്ന നേച്ചറിലായിരിക്കും ഉണ്ടാക്കുക. ചില ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും, ബോത്ത് സൈഡിനെ എഫക്ട് ചെയ്യും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ എഫക്ട് ചെയ്യും, റൈറ്റ് ഹാൻഡ് സൈഡിനെ എഫക്ട് ചെയ്യും. എന്നാൽ ചില ട്രാൻസാക്ഷൻസിൽ സെയിം സൈഡിനെ മാത്രമായിരിക്കും എഫക്ട് ചെയ്യുന്നത്. ചിലത് എങ്ങനെയായിരിക്കും, ലയബിലിറ്റി സൈഡ്, അല്ലെങ്കിൽ ചിലത് എങ്ങനെയായിരിക്കും, റൈറ്റ് ഹാൻഡ് സൈഡിനെ മാത്രം എഫക്ട് ചെയ്യുന്നതായിരിക്കാം. ചിലത് എങ്ങനെയായിരിക്കും, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രം എഫക്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻസും ഉണ്ടായിരിക്കാം. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തെ ഒരു എലമെന്റ് ആണ് ഈ പറയുന്നത്, ട്രാൻസാക്ഷൻസ് എഫക്ടിങ് ടു ഐറ്റംസ്. രണ്ട് ഐറ്റത്തിന് എഫക്ട് ചെയ്യുന്നു. രണ്ട് ഐറ്റത്തിനാണ് എഫക്ട് ചെയ്യുന്നത്. എഫക്ട് ചെയ്യുന്ന രണ്ട് ഐറ്റം ഒരു പക്ഷെ ഓപ്പോസിറ്റ് സൈഡിലാകാം, അല്ലെങ്കിൽ എന്താകാം, സെയിം സൈഡിൽ തന്നെ ആകാം എന്നുള്ളത്. ഇനി ട്രാൻസാക്ഷൻസ് എഫക്ടിങ് മോർ ദാൻ 2 ഐറ്റംസ്, അതായത് രണ്ടിൽ കൂടുതൽ ഐറ്റത്തിന് എഫക്ട് ചെയ്യുന്നു. രണ്ടിൽ കൂടുതൽ ഐറ്റത്തിന് എഫക്ട് ചെയ്യാൻ മീൻസ് ഇതിനൊക്കെ എഫക്ട് ചെയ്യാം, നമ്മളുടെ അസറ്റ്സിനെ എഫക്ട് ചെയ്യാം, ലയബിലിറ്റിനെ എഫക്ട് ചെയ്യാം, ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യാം, മൂന്നിനെ ഒരുമിച്ച് എഫക്ട് ചെയ്യാം. അല്ലെങ്കിൽ അസറ്റിൽ തന്നെ രണ്ട് ഇഫക്ട്സുകളും റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു എഫക്റ്റും വരാം. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ രണ്ട് ഇഫക്റ്റുകളും റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു എഫക്റ്റും എന്ന രീതിയിൽ വരാം. നമുക്ക് നോക്കാം, ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. സോൾഡ് ഗുഡ്സ് ഫോർ 10,000 ഇൻ ക്യാഷ് കോസ്റ്റിംഗ് ₹8,000. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ, ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിറ്റിട്ടുണ്ട്. ഗുഡ്സ് നമ്മൾ സെയിൽ ചെയ്തു. എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്തിട്ടുള്ളത്, 10,000 രൂപയുടെ. അതിന്റെ ശരിക്കുമുള്ള വില എത്രയാ, 8,000. കോസ്റ്റിംഗ് മീൻസ് 8,000. അത് അതിന്റെ വാല്യൂ ശരിക്കും എത്രയാണ്, 8,000. പക്ഷെ നമ്മൾ അത് വിറ്റിട്ടുള്ള എത്രയാണ്, 10,000. അപ്പൊ നമ്മൾ നോർമലി നമ്മളുടെ ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ, ഇതാണല്ലോ നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കുക, നമ്മൾ വിറ്റത് എത്രയാ, 10,000 റുപ്പീസിന്റെ ഗുഡ്സ് നമ്മൾ വിറ്റു അല്ലെ. 10,000 റുപ്പീസിന്റെ ഗുഡ്സ് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ എത്ര വന്നു, ക്യാഷ് ആയിട്ട് 10,000 വന്നു. റെഡി. ഇനി നമ്മളുടെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് എന്തായിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. എത്ര രൂപയുടെ സ്റ്റോക്ക് കുറഞ്ഞു, 8,000 റുപ്പീസിന്റെ സ്റ്റോക്ക് കുറഞ്ഞു. കുറഞ്ഞല്ലോ, അതായത് മൈനസ് ചെയ്തു. -8,000, 8,000 രൂപയുടെ സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്തു, മൈനസ് ചെയ്തു. 10,000 രൂപയുടെ ക്യാഷ് നമുക്ക് കിട്ടി. പ്ലസ് ഇടണമെന്നില്ല, ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് മൈനസ് എന്നാണ്. അപ്പം ഇത് നോക്കുക, ഇത് കൂടാതെ നമുക്കറിയാം 2,000 രൂപ, അതായത് 8,000 രൂപയുടെ സാധനം നമ്മൾ 10,000 കിട്ടും. അപ്പൊ 2,000 രൂപ നമ്മളുടെ എന്താ, പ്രോഫിറ്റ് ആണ്. അപ്പൊ ഈ പ്രോഫിറ്റ് എവിടെയാ വരിക, ഏതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്, ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ പറഞ്ഞു,
പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുക, ക്യാപിറ്റലിന്റെ കൂടെയാണ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ ഇത് എന്ത് ചെയ്യണം, നമ്മൾ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം, ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യാം. എത്ര? 2000. നിങ്ങൾ നോക്ക്, രണ്ട് സൈഡും ഈക്വൽ ആണോ അല്ലയോ എന്നുള്ളത്. അസറ്റും ലയബിലിറ്റിയും ക്യാപിറ്റലും, അസറ്റ് ഈക്വൽ ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ, അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണോ? അല്ലേ? 10,000 നിന്ന് 8,000 പോയാൽ എത്രയായി? 2,000. ഇവിടെ എത്രയുള്ളത്? ക്യാപിറ്റൽ സൈഡിൽ 2,000. ബോത്ത് സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ ഇവിടെ നോക്കുക, മോർ ദാൻ 2 ഐറ്റം ഇഫക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്പർ 1 ഐറ്റം ക്യാഷ്, നമ്പർ 2 ഐറ്റം സ്റ്റോക്ക്, നമ്പർ 3 ഐറ്റം ക്യാപിറ്റൽ. അപ്പൊ മെയിൻലി ഈ രണ്ട് രീതിയിലാണ് അക്കൗണ്ടിങ് ഇക്വേഷൻസിൽ ട്രാൻസാക്ഷൻസ് ജനറേറ്റ് ചെയ്യുക. അതായത് ഒന്നുകിൽ രണ്ട് ഐറ്റത്തിന് എഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഐറ്റത്തിന് എഫക്ട് ചെയ്യുന്നത്. രണ്ട് ഐറ്റത്തിന് എഫക്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്, സെയിം സൈഡിലാകാം ഇമ്പാക്ട് ഉണ്ടാവുക, ചിലപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കാം ഇമ്പാക്ട് ഉണ്ടാവുക. എന്നാൽ മോർ ദാൻ 2 ഐറ്റം ആണെങ്കിൽ ഉറപ്പിച്ചോ, അത് ഏത് രീതിയിലായിരിക്കും? രണ്ട് സൈഡിലും ഇമ്പാക്ട് ഉണ്ടാകുന്ന രീതി തന്നെയായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആണ് അക്കൗണ്ടിങ് ഇക്വേഷൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, ഇതിന്റെ ഫോർമാറ്റിലേക്ക് നമുക്ക് നോക്കാം. ഇതിന്റെ ഒരു ഫോർമാറ്റിലേക്ക് നമുക്ക് നോക്കാം. ഇതിന്റെ ഫോർമാറ്റിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ട്രാൻസാക്ഷൻസ്, അതായത് നമുക്ക് ഇവിടെ ഡേറ്റ് കോളം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. കാരണം ഇത് നമ്മൾ ഡെയിലി 1 ഡേ ആണ് ഒരു ദിവസം പ്രിപ്പയർ സമയത്ത് നമുക്ക് അതിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പൊ ട്രാൻസാക്ഷൻസ്, ആദ്യത്തെ കോളം ട്രാൻസാക്ഷൻസ് നമ്മൾ കൊടുക്കുന്നു, രണ്ടാമത്തെ കോളം അസറ്റ് നമ്മൾ കൊടുക്കുന്നു, ദെൻ തേർഡ് കോളം ഈസ് ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ വരിക. ഓക്കെ, ഞാനിവിടെ ടേബിൾ ഫോർമാറ്റിൽ എന്ന രീതിയിൽ വരച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഫോർമാറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വരച്ചു വെച്ചതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നോർമലി ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം, ഈ T1 ആൻഡ് T2 ന്യൂ ഇക്വേഷൻ, T3 ന്യൂ ഇക്വേഷൻ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. T1 ഞാനിവിടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് എഴുതാൻ പറ്റാത്തത് കൊണ്ടാണ്, ടൈപ്പ് ചെയ്യാത്തതാണ് ഇവിടെ T1 എന്ന് കൊടുത്തത്. അത് ട്രാൻസാക്ഷൻ നമ്പർ 1, അത് ട്രാൻസാക്ഷൻ നമ്പർ 1ന്റെ ഐറ്റംസുകൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ക്യാഷ് ആണെങ്കിൽ ആ ക്യാഷ് അസറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് നമ്മളിവിടെ കാണിക്കുന്നു. പ്ലസ് വേറെ എന്തെങ്കിലും ഐറ്റം ആ ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ പേര് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഡിനോട്ട് ചെയ്ത് ഇങ്ങനെ പോകാം. ഓക്കെ, അപ്പം ക്യാപിറ്റൽ ആണ് വന്നതെങ്കിൽ, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 10,000 എന്ന് കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ 10,000 ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്, 0 പ്ലസ് 10,000. സെയിം ആണല്ലോ, അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഇനി ട്രാൻസാക്ഷൻ നമ്പർ 2 കൂടി നമ്മൾ എന്ത് ചെയ്യാം, ഫോർ നമ്മൾ എന്ത് ചെയ്തു, ഡെപ്പോസിറ്റ് ചെയ്തു. ക്യാഷ് ബാങ്കിൽ കൊണ്ടുപോയി എന്ത് ചെയ്തു, ഡെപ്പോസിറ്റ്. അപ്പൊ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഒരു 2,000 ഡെപ്പോസിറ്റ് നമ്മുടെ കൈവശമുള്ള 2,000 എന്തായി കുറയുകയും, അതേപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ ഒരു ബാങ്ക് എന്ന് പറയുന്ന പുതിയ അസറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു 2,000 എന്തായി ആഡ് ആവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇനി ലയബിലിറ്റിയിൽ ഇമ്പാക്ട് ഉണ്ടോ? ഇല്ല. ക്യാപിറ്റലിൽ ഇമ്പാക്ട് ഉണ്ടോ? അവിടെയും ഇമ്പാക്ട് ഇല്ല. ഇത് രണ്ടും കൂടി ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ന്യൂ ഇക്വേഷൻ എന്നുള്ളത്, പുതിയ ഇക്വേഷൻ. അതായത് ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ ചെയ്തിട്ട് നോക്കും, പ്രോപ്പർ ആണോ, കറക്റ്റ് ആൻസർ ആണോ, അതായത് രണ്ട് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എന്താണ്, ഈക്വൽ ആയിട്ടാണോ പോകുന്നത്. ഓരോ ട്രാൻസാക്ഷൻ കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. അവിടെയാണ് എന്ത് വരുന്നത്, ഈ ഒരു ന്യൂ ഇക്വേഷൻ വരുന്നത്. അപ്പൊ ഇവിടെ നോക്കിയിട്ട് 10,000 ബ്രാക്കറ്റിലാണ് ഞാൻ പറഞ്ഞു, മൈനസ് ആണ്. അപ്പൊ 10,000 മൈനസ് 2,000 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 8,000 പ്ലസ് 2,000 ഈസ് ഈക്വൽ ടു 0 പ്ലസ് 10,000. രണ്ട് സൈഡും ഈക്വൽ, 8,000 പ്ലസ് 2,000 10,000. ഇപ്പുറത്തെ സൈഡ് ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എത്രയാണ്, 10,000. ഇതാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ്. ഓക്കെ, നമുക്കൊരു ഫുൾ ക്വസ്റ്റ്യനിലേക്ക്, നമുക്കൊരു ബേസിക് പ്രോബ്ലത്തിലേക്ക് ഇതിന്റെ ഒരു ബേസിക് പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, സോ the basic problem. ഇവിടെ നോക്കുക, കിരൺ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 1 lakh ആസ് ക്യാപിറ്റൽ. ആദ്യത്തെ ട്രാൻസാക്ഷൻ ആണ്. ഞാൻ ഇതിന്റെ ഫോർമാറ്റ് ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് ട്രാൻസാക്ഷൻസ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ആ ഒരു ട്രാൻസാക്ഷൻ T1 T2 യൂസ് ചെയ്യരുത്. എക്സാമിന് T1 T2 യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസാക്ഷൻ തന്നെ എന്ത് ചെയ്യണം, അവിടെ രേഖപ്പെടുത്തണം. ഓക്കെ, നോക്കാം. ആദ്യത്തെ ട്രാൻസാക്ഷൻ പ്രകാരം പറഞ്ഞിരിക്കുന്നത്, കിരൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. കിരൺ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ആസ് ക്യാപിറ്റൽ. അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്, നമുക്ക് ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, പുതിയൊരു അസറ്റ് വന്നതാണ് ക്യാഷ്. എത്ര രൂപയുടെ അസറ്റാണ് വന്നിട്ടുള്ളത്, 1 lakh റുപ്പീസിന്റെ അസറ്റ് ആണ് വന്നിട്ടുള്ളത്. അത് ഏത് രൂപത്തിലാണ് വന്നിട്ടുള്ളത്, ക്യാപിറ്റലിന്റെ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ക്യാപിറ്റൽ ആയിട്ട് നമുക്ക് ഇവിടെ എന്ത് കാണിക്കാം, 1 lakh എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിക്കാം. നോക്കുക,
ക്യാഷ് 1 lakh, അതായത് അസറ്റ്സ് 1 lakh ഈസ് ഈക്വൽ ടു 1 lakh. പ്രോപ്പർ ആണ്. ഇവിടെ നിലവിൽ ലൈബിലിറ്റി ഒന്നും തന്നെ അറൈസ് ചെയ്തിട്ടില്ല. ഓക്കെ. ഇനി ട്രാൻസാക്ഷൻ നമ്പർ 2 കുറച്ച് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആണ് തന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് തന്നിരിക്കുന്നത്. കിരൺ ട്രാൻസ്ഫേഴ്സ് 5 lakh ഫ്രം ഹിസ് സേവിങ്സ് അക്കൗണ്ട് ടു കറന്റ് അക്കൗണ്ട്. നോക്കുക, സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് കറന്റ് അക്കൗണ്ടിലേക്ക് 5 lakh ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിരണിന്റെ പേഴ്സണൽ അക്കൗണ്ട് ആണ്. കിരണിന്റെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിനാണ് നമ്മൾ എന്ത് എന്ന് പറയാ, സേവിങ്സ് അക്കൗണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കറന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടിനാണ് നമ്മൾ എന്ത് എന്ന് പറയാ, കറന്റ് അക്കൗണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബിസിനസ് പർപ്പസിനുള്ള അക്കൗണ്ടുകളെയാണ് നമ്മൾ കറന്റ് അക്കൗണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നോർമലി കിരൺ എന്താ ചെയ്തിട്ടുള്ളത്, ബിസിനസ്സിലേക്ക് കുറച്ചുകൂടിയും ഫണ്ട് എന്ത് ചെയ്തു, കൊണ്ടുവന്നു. ബിസിനസ്സിലേക്ക് കുറച്ചുകൂടി എന്ത് ചെയ്തു, ഫണ്ട് കൊണ്ടുവന്നു. പക്ഷെ അത് ഏത് ത്രൂ കൊണ്ടുവന്ന്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ. അതായത് അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നു. 1 ലക്ഷം കൊണ്ടുവന്നു. അത് പോരാതെ 5 ലക്ഷം രൂപയുടെ ക്യാപിറ്റലോടും അഡീഷണലി ആര് കൊണ്ടുവന്നു, കിരൺ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ ഒരു ട്രാൻസാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് കറന്റ് അക്കൗണ്ടിലേക്ക് മാറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിലേക്ക് അഡീഷണൽ ഫണ്ട് കൊണ്ടുവന്നു. ഓക്കെ. അപ്പൊ എത്ര രൂപയെ കൊണ്ടുവന്നിരുന്നു, 5 lakh rupees ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ട്രാൻസാക്ഷൻ 2 നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പുതിയൊരു അസറ്റ് കൂടി വന്നു. അതാണ് ഇത്, ബാങ്ക്. എത്ര രൂപയുടെ അസറ്റ് ആണ് ട്രാൻസാക്ഷൻ 2? ഇവിടെ ക്യാഷിന്റെ താഴെ 0. ദെൻ ബാങ്കിൽ എത്ര വന്നു, 5 lakh വന്നു. ഓക്കെ. ക്യാപിറ്റലിൽ എത്ര കൂടെ വന്നു, 5 lakhന്റെ ക്യാപിറ്റൽ കൂടിയും വന്നു, അഡീഷണൽ ക്യാപിറ്റൽ കൂടിയും വന്നു അല്ലെ, ഈക്വൽ ടു. ലയബിലിറ്റി ഇതുവരെ ഒന്നുമില്ല. ഇനി ന്യൂ ഇക്വേഷൻ, അതായത് ഓരോ ഇക്വേഷൻ കഴിയുമ്പോഴും ചെക്ക് ചെയ്യും കറക്റ്റ് ആണോ, അസറ്റ് ഈക്വൽ ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ കറക്റ്റ് ആണോ നോക്കുക. ക്യാഷ് എത്രയുണ്ട്, 1 lakh പ്ലസ് ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ട്, 5 lakh ഈസ് ഈക്വൽ ടു ടോട്ടൽ എത്രയായി, 6 lakh. അപ്പൊ നോക്കുക, രണ്ട് സൈഡും 5 plus 1 6 lakh. ഇവിടെ എത്ര ടോട്ടൽ, 6 lakh. അതായത് അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഓക്കെ. ഇനി ട്രാൻസാക്ഷൻ നമ്പർ 3, തേർഡ് ട്രാൻസാക്ഷൻ നമ്മൾ നോക്കാം. പർച്ചേസ് ഫർണിച്ചർ ഫോർ 5,000 ഇൻ ക്യാഷ്. ആണ് ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. എങ്ങനെയാണ്, ക്യാഷ് കൊടുത്തിട്ട് 5000 രൂപയുടെ ഫർണിച്ചർ എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു. ക്യാഷ് കൊടുത്തിട്ട് 5000 രൂപയുടെ ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. അപ്പൊ നമുക്കറിയാം, നമ്മളുടെ കയ്യിൽ നിന്ന് 5,000 ക്യാഷ് എന്തായിട്ടുണ്ട്, പോയിട്ടുണ്ട്. 5000 രൂപ ക്യാഷ് നമ്മൾ എന്ത് ചെയ്തു, കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾക്ക് പുതിയ എന്ത് വന്നിട്ടുണ്ട്, ഒരു അസറ്റ് വന്നു. അതായത് ഏതാണ്, ഫർണിച്ചർ. അപ്പൊ ഫർണിച്ചർ അസറ്റ് വന്നു അല്ലെ, പുതിയ ഫർണിച്ചർ അസറ്റ് വന്നു. അങ്ങനെ പുതിയ ഫർണിച്ചർ അസറ്റ് വന്നാൽ അത് നമ്മൾ അസറ്റ് സൈഡിൽ കാണിക്കണം, വേണ്ടേ? ഓക്കെ. എന്നാൽ നമ്മളുടെ ബാങ്കിന് വല്ല മാറ്റവും വന്നിട്ടുണ്ടോ, ബാങ്ക് അക്കൗണ്ടിന് വല്ല മാറ്റവും വന്നിട്ടുണ്ടോ? ഇല്ല. കാരണം ബാങ്കിൽ നിന്ന് പൈസ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കല്ലേ. പകരം ഫർണിച്ചർ വന്നു. എത്ര രൂപയുടെ, 5,000. നമ്മളുടെ ക്യാപിറ്റലിന് വല്ല മാറ്റവും വന്നിട്ടുണ്ടോ? ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നോക്കുക, 0. ഇനി വീണ്ടും പുതിയ ഇക്വേഷൻ. ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞു. നമ്മൾ ചെക്ക് ചെയ്യാണ്. 1 ലക്ഷത്തിൽ നിന്ന് 5000 പോയി. ബാക്കി എത്ര ഉണ്ടാകും, 95,000 പ്ലസ് 5 ലക്ഷം പ്ലസ് 5,000. ടോട്ടൽ എത്ര, 95,000 പ്ലസ് 5,000, 1 lakh. 1 lakh പ്ലസ് 5 lakh, 6 lakh. അസറ്റ് സൈഡ് 6 lakh. ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി എത്രയാണ് വരുന്നത്, 6 lakh. ഓക്കെ. ട്രാൻസാക്ഷൻ നമ്പർ 3. ഇനി ട്രാൻസാക്ഷൻ നമ്പർ 4ലേക്ക്. പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് 2,000 ഇൻ ക്യാഷ്. വീണ്ടും പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് 2,000 ഇൻ ക്യാഷ്. 2000 രൂപയുടെ ഗുഡ്സ് കൂടി പർച്ചേസ് ചെയ്തു. 2000 രൂപയുടെ ഗുഡ്സ് കൂടി നിങ്ങൾ പർച്ചേസ് ചെയ്തു, ബിസിനസ് പർച്ചേസ് ചെയ്തു. അപ്പൊ 2000 രൂപയുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, ക്യാഷിനാണ്. അപ്പൊ 2000 രൂപ എന്ത് ചെയ്യും, നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പോയി. ഇത് കൂടാതെ പ്ലസ് നമുക്ക് പുതിയൊരു ഗുഡ്സ് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റോക്ക് വന്നു. ആ സ്റ്റോക്ക് എത്ര രൂപയുടെ സ്റ്റോക്കാണ് വന്നിട്ടുള്ളത്, 2000 രൂപയുടെ സ്റ്റോക്ക് വന്നു. നമ്മളുടെ ബാങ്കിൽ വല്ല മാറ്റം വന്നിട്ടുണ്ടോ, ഒരു മാറ്റവും ഇല്ല. നമ്മളുടെ ഫർണിച്ചർ വല്ല മാറ്റം ഉണ്ടോ, ഒരു മാറ്റവും ഇല്ല. ക്യാപിറ്റലിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, സംഭവിച്ചിട്ടില്ല. ഇനി നോക്കുക, ന്യൂ ഇക്വേഷനിലേക്ക് വരുന്ന സമയത്ത് 95,000 മൈനസ് 2,000 എത്രയായി, 93,000 പ്ലസ് 5 lakh ചെയ്ത് ബാങ്കിലെ ബാലൻസ്
പ്ലസ് 5000 രൂപയുടെ ഫർണിച്ചർ കൈവശമുണ്ട് പ്ലസ് 2000 രൂപയുടെ എന്തും വന്നു സ്റ്റോക്കും വന്നു. ഓക്കെ, ടോട്ടൽ ചെയ്ത് നോക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ക്യാപിറ്റൽ എത്ര തന്നെയാണ് വരുന്നത്? ഈക്വൽ ടു 6 lakh. ടോട്ടൽ ചെയ്ത് നോക്കുക. 93,000 പ്ലസ് 2,095 പ്ലസ് 5 1 lakh 1 lakh പ്ലസ് 5 lakh 6 lakh തന്നെ. അസറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, ഇനി ട്രാൻസാക്ഷൻ നമ്പർ 5. ട്രാൻസാക്ഷൻ നമ്പർ 5, പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. നമുക്ക് പർച്ചേസ് ഓൺ ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. 5000 രൂപയുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. 5000 രൂപയുടെ ഗുഡ്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതെങ്ങനെയാണ്? ക്രെഡിറ്റിനാണ്. ക്രെഡിറ്റ് മീൻസ് കടത്തിനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? വാങ്ങിയിട്ടുള്ളത്. അപ്പം ഇവിടെ നോക്കുക, ഗുഡ്സ്. അപ്പൊ നമ്മളുടെ കയ്യിൽ ക്യാഷ് പോയിട്ടുണ്ടോ? 1 രൂപ പോലും നമ്മൾ ക്യാഷ് കൊടുത്തിട്ടില്ല. ബാങ്കിൽ നിന്ന് നമ്മൾ ക്യാഷ് കൊടുത്തിട്ടില്ല. നമ്മുടെ ഫർണിച്ചറിൽ ഒരു മാറ്റം വന്നിട്ടില്ല. പക്ഷെ നമ്മളുടെ സ്റ്റോക്ക് എന്തായി? 5000 രൂപയുടെ സ്റ്റോക്ക് കൂടി, അല്ലെ? 5000 രൂപയുടെ ഗുഡ്സ് കൂടി നമ്മൾ വാങ്ങി എന്നാ പറയുന്നത്. അതും കടത്തിനാണ്. കടത്തിന് വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റലിനെ അത് ബാധിക്കുമോ? ഇല്ല. പക്ഷെ അത് എവിടെ ബാധിക്കും? ലയബിലിറ്റി സൈഡിൽ കടത്തിന് വാങ്ങിയത് കൊണ്ട് നമ്മൾ ഒരാൾക്ക് കടം കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് ആയിട്ട് എത്ര കൂടി? 5000 രൂപയുടെ കടം നമുക്ക് കൂടി. ഇന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം. 93,000 പ്ലസ് 5 lakh പ്ലസ് 5,000 പ്ലസ് 7,000 is equal to 6 lakh plus 7,000. അപ്പം രണ്ട് സൈഡും ഈക്വൽ ആണോ? നിങ്ങൾ തന്നെ ചെക്ക് ചെയ്തു രണ്ട് സൈഡും ഈക്വൽ ആണോ എന്നുള്ളത്, അല്ലെ? രണ്ട് സൈഡും 6 lakh 7,000 തന്നെ വരും. 93 പ്ലസ് 7 എത്രയായി? യെസ്, 93 then plus 5 then 5 lakh 7,000. ടോട്ടൽ നോക്കുന്ന സമയത്ത് എത്രയാണ്? 6 lakh 7,000 തന്നെയായി എന്ത്? നിങ്ങളുടെ ന്യൂ ഇക്വേഷൻ. രണ്ട് സൈഡും LHS is equal to RHS. ഓക്കെ, ഇനി ട്രാൻസാക്ഷൻ നമ്പർ 6ലേക്ക് നോക്കാം. ട്രാൻസാക്ഷൻ നമ്പർ 6, സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് 3,000 ഓൺ ക്രെഡിറ്റ് ഫോർ 5,000. സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് 3,000 ഓൺ ക്രെഡിറ്റ് ഫോർ 5,000. നിങ്ങൾ എന്ത് ചെയ്തു? ഗുഡ്സ് വിറ്റിട്ടുണ്ട്. ആ ഗുഡ്സ് വിറ്റത് എങ്ങനെയാണ്? 5,000 റുപ്പീസിന്റെ ഗുഡ്സ് ആണ് നിങ്ങൾ വിറ്റിട്ടുള്ളത്. ബട്ട് അത് എത്ര രൂപയുടെ ഗുഡ്സ് ആണ്? 3,000 റുപ്പീസിന്റെ ഗുഡ്സ് ആണ്. അതെങ്ങനെയാണ് വിറ്റിട്ടുള്ളത്? നിങ്ങൾ കടത്തിനാണ് നിങ്ങൾ എന്ത് വിറ്റിട്ടുള്ളത്. എങ്ങനെയാ വിറ്റിട്ടുള്ളത്? കടത്തിനാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്? വിറ്റിട്ടുള്ളത്. കടത്തിന്, അല്ലെ? അപ്പം കടത്തിന് നിങ്ങൾ ഗുഡ്സ് വിൽക്കുന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ സെല്ലിംഗ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, ഇനി നിങ്ങൾക്ക് എന്ത് കിട്ടണം? പൈസ കിട്ടാനാണ് നിങ്ങൾ മനസ്സിലാക്കുക. പൈസ നിങ്ങൾക്ക് എന്തിനാണ്? കിട്ടാനാണ് നിങ്ങൾക്ക് ക്യാഷ്, അല്ലെ? അപ്പൊ 3,000 രൂപയുടെ സാധനം നിങ്ങൾ എത്രയ്ക്ക് വിറ്റു? 5,000 രൂപയ്ക്ക് നിങ്ങൾ വിറ്റു. അപ്പൊ നിങ്ങൾ നോക്കുക, അപ്പൊ നിങ്ങളുടെ സ്റ്റോക്ക് 3,000 രൂപയുടെ സ്റ്റോക്ക് നിങ്ങളുടെ എന്തായി? കുറഞ്ഞു. 3,000 രൂപയുടെ സ്റ്റോക്ക് നിങ്ങളുടെ എന്തായി? കുറഞ്ഞു. പകരം നിങ്ങൾക്ക് 5,000 രൂപയ്ക്കാണ്, അല്ലെങ്കിൽ 5,000 രൂപയാണ് നിങ്ങൾ കിട്ടാനുള്ളത്. അതായത് ഡെപ്റ്റേഴ്സ്. നിങ്ങൾക്ക് പൈസ തരാനുണ്ടെങ്കിൽ അതെന്താണ്? ഡെപ്റ്റേഴ്സ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പുതിയൊരു അസറ്റ് കൂടി വന്നു. 5,000 റുപ്പീസ് നിങ്ങൾക്ക് എന്താണ്? ക്യാഷ് കിട്ടാനാണ്. 5,000 റുപ്പീസ് നിങ്ങൾക്ക് എന്താണ്? ക്യാഷ് കിട്ടാനാണ്. അപ്പൊ 3,000 രൂപയുടെ സാധനം നിങ്ങൾ 5,000 വിറ്റു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപയുടെ പ്രോഫിറ്റ് ഉണ്ട്? 2,000 റുപ്പീസിന്റെ പ്രോഫിറ്റ് ഉണ്ട്. അപ്പൊ ഈ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഏതിന്റെ കൂടെ ആഡ് ചെയ്യണം? ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇനി വേറെ എവിടെയെങ്കിലും മാറ്റം ഉണ്ടോ? നമുക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. പ്ലസ് ബാങ്കിൽ മാറ്റം ഉണ്ടോ? ഇല്ല. ഫർണിച്ചറിൽ മാറ്റം ഉണ്ടോ? ഇല്ല. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോക്കിലും 3,000 എന്തായി? റെഡ്യൂസ് ചെയ്തു. ഇപ്പൊ ന്യൂ ഇക്വേഷൻ എങ്ങനെയായിരിക്കും വരിക? 93,000 പ്ലസ് 5 lakh പ്ലസ് 5,000 പ്ലസ് 7,000 മൈനസ് 3,000, that is 4,000 പ്ലസ് 5,000 is equal to എത്ര വരും? 6 lakh 2,000, അല്ലെ? 6 lakh
6,02,000 plus ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ സംഭവിച്ചു സംശയമുണ്ട്. ഇവിടെ 7,000 അല്ല വരിക. this is not 7,000 നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. കാരണം in transaction number 7, 5,000. Yes. Okay. Now, order 0. Then here also 5,000. Okay. 6,02,000 plus 5,000. 6,07,000. ഈ അസറ്റ് സൈഡ് കൂടുതൽ ടോട്ടൽ നോക്കുക 93,000 ഉണ്ട്, 5 lakh ഉണ്ട്, 5,000, 4,000, 5,000. So 9,03,000 plus 93,000 plus 1,07,000 അല്ലെ, 5 lakh, 6,07,000 കറക്റ്റ് ആണ്. അസറ്റ്സ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എന്താണ് ഈക്വൽ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, നേരത്തെ ഞാൻ ഇവിടെ എഴുതിയപ്പോൾ അത് താഴോട്ട് ഇറക്കി ഇവിടെ എഴുതി 7,000 ഇവിടെ മാറ്റി എഴുതി പോയതാണ്. ബട്ട് ദാറ്റ് ഇസ് ഇപ്പൊ ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ റിവൈസ് ചെയ്ത് കാണാം. ഇറ്റ് വിൽ ബി ക്ലിയർ. ഓക്കെ, ട്രാൻസാക്ഷൻ നമ്പർ 7ലേക്ക് നോക്കുക. ട്രാൻസാക്ഷൻ നമ്പർ 7 പറയുന്നത് പെയ്ഡ് 5,000 ആസ് റെന്റ് ആൻഡ് 8,000 ആസ് സാലറി. 5,000 രൂപ റെന്റും കൊടുത്തിട്ടുണ്ട്, 8,000 രൂപ സാലറിയും കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം 5,000 രൂപ റെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തായി കുറയണം അല്ല, 5,000 രൂപ റെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് കുറയണം. നിങ്ങളുടെ കയ്യിൽ നിന്ന് ആസറ്റ് ക്യാഷിൽ നിന്ന് 5,000 കുറയും അല്ല. അപ്പൊ 5,000 കുറയുന്ന സമയത്ത് എന്താ ചെയ്യാ, 5,000 പ്ലസ് 8,000 എത്രയും 13,000 അല്ല, 13,000 രൂപയുടെ കുറവ് നിങ്ങൾക്ക് ഇവിടെ വന്നു, നിങ്ങളുടെ ക്യാഷിൽ വന്നു. അത്രയും തന്നെ നിങ്ങളുടെ ക്യാപിറ്റൽ എന്താകും, കുറയും. അത്രയും രൂപ നിങ്ങളുടെ ക്യാപിറ്റലിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. കാരണം അതെന്താ, സാലറി അതേപോലെ തന്നെ ഇതും റെന്റ് വാടക നിങ്ങൾ കൊടുത്തതാണ്. അപ്പൊ എക്സ്പെൻസ് വന്നാൽ നിങ്ങളുടെ ക്യാപിറ്റൽ എന്ത് ചെയ്യണം, കുറയ്ക്കണം എന്ന് നമ്മൾ ഓൾറെഡി എക്സ്പാൻഡഡ് ഫോമിൽ പറഞ്ഞു വെച്ച കാര്യമായിരുന്നു. എക്സ്പെൻസസ് വന്നാൽ എവിടുന്ന് കുറയ്ക്കണം, ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം 5,000 8,000 റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി എത്ര വരും, 93,000 മൈനസ് 13,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായി, 80,000 പ്ലസ് 5 lakh plus 5,000 plus 4,000 plus 5,000 is equal to 6,02,000 നിന്ന് 13,000 റെഡ്യൂസ് ചെയ്യണം. അപ്പൊ എത്ര വരും, എത്ര വരിക, കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ട് എമൗണ്ട് ചെയ്ത 6 lakh ഞാനിവിടെ ടോട്ടലും ചെയ്ത് വെച്ചിട്ടില്ല, ഇപ്പൊ നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, 6,02,000 എന്ത് ചെയ്യാം, ലെസ് ചെയ്യാം. 13,000 എന്ത് ചെയ്യാം, ലെസ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും 0,0,0, then 12, 9, then okay, then plus 5,000 കാരണം ക്രെഡിറ്റേഴ്സിൽ മാറ്റമില്ല. Then transaction number 8, last transaction Kiran withdraw 3,000 for personal use. Personal യൂസിന് വിഡ്രോ ചെയ്തോ, പേഴ്സണൽ യൂസിനാണ് നിങ്ങൾ വിഡ്രോവൽ എങ്കിൽ ഇറ്റ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ഫ്രം ക്യാപിറ്റൽ. അത് ഞാൻ പറയാം, ഡ്രോയിങ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക, പേഴ്സണൽ യൂസ് എന്ന് കണ്ടാൽ എന്താ പറയാ, ഡ്രോയിങ്സ് എന്ന രീതിയിലാണ് ട്രീറ്റ് ചെയ്യുക. അപ്പൊ ഈ ഡ്രോയിങ്സ് നിങ്ങൾ എവിടെയാണ് റെഡ്യൂസ് ചെയ്യേണ്ടത്, ക്യാപിറ്റലിൽ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഡ്രോയിങ്സിനെ റെഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര ക്യാഷ് നിങ്ങൾ വിഡ്രോ ചെയ്തു, 3,000 നിങ്ങൾ എന്ത് ചെയ്തു, വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 3,000 നിങ്ങൾ വിഡ്രോ ചെയ്തു. അപ്പൊ നിങ്ങളുടെ അത്രയും ക്യാഷ് കുറഞ്ഞു. ബാങ്കിൽ ഇതുവരെ യാതൊരു രീതിയിലുള്ള മാറ്റവും സംഭവിച്ചിട്ടില്ല. ഫർണിച്ചർ അതേപോലെ തന്നെ 5,000 തന്നെയാണുള്ളത്. 4,000 സ്റ്റോക്ക് നിങ്ങളുടെ കൈവശമുണ്ട്, പ്ലസ് 5,000 ഡെപ്റ്റേഴ്സ് നിങ്ങൾക്ക് കിട്ടാനുണ്ട്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ നിങ്ങൾ എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. 3,000 നിങ്ങൾ എന്ത് ചെയ്തു,
റെഡ്യൂസ് ചെയ്തു പ്ലസ് 5000. ഓക്കെ, ഇനി ലാസ്റ്റ് ഇക്വേഷൻ, ന്യൂ ഇക്വേഷൻ ഇതോടുകൂടി തീരും. ലാസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ ഇക്വേഷൻ എന്താണ്? 80,000 minus 3,000, that will be 77,000 plus 5 lakh plus ട്രാൻസാക്ഷൻ നമ്പർ 8 നമ്മൾ ധൃതി പിടിച്ച് എഴുതുന്നത് കൊണ്ടാണ് തോന്നുന്നു. നമ്മളിവിടെയൊക്കെ 5,000 എഴുതിയിട്ടുണ്ട്. ഒരു കാരണവശാലും അങ്ങനെ എഴുതരുത്, തെറ്റുകൾ ഇതേപോലെ സംഭവിക്കും. അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കുക. നമ്മളിവിടെ 5,000, അതായത് ബാങ്കിൽ മാറ്റം വന്നില്ല, ഫർണിച്ചറിൽ മാറ്റം വന്നിട്ടില്ല, സ്റ്റോക്കിൽ മാറ്റം വന്നിട്ടില്ല, ഡെപ്റ്റേഴ്സിൽ മാറ്റം വന്നിട്ടില്ല. ആൻഡ് ഓൾസോ റൈറ്റ് ഹിയർ ലയബിലിറ്റീസിലും മാറ്റം വന്നിട്ടില്ല, 0 തന്നെയാണ്. എന്നാൽ നമ്മളുടെ ക്യാപിറ്റൽ എമൗണ്ടിൽ 3,000 എന്ത് ചെയ്യണം? ലെസ് ചെയ്യണമായിരുന്നു, അത് മാത്രം. ഓക്കെ, 5 lakh പ്ലസ് 5,000 പ്ലസ് 4,000 പ്ലസ് again 5,000, that will be equal to 5,89,000 ആണ്. അപ്പൊ അതിൽ നിന്ന് 3,000 പോയാൽ 5,86,000 പ്ലസ് 5,000. ഓക്കെ, ഇതാണ്. ഇനി ഇത് ഇങ്ങനെ ചെയ്തത് എന്തിനാണ്? ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടെ ഞാൻ പറയാം. ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ബട്ട് ഇത് വെച്ച് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്നാണ്, നമ്മൾക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ നടത്താൻ പറ്റും. ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷൻ നമുക്ക് ഇത് വെച്ച് നടത്താൻ വേണ്ടി പറ്റും. ഓക്കെ, എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷൻ നടത്താം? ഓക്കെ, ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ നമുക്ക് ഇത് വെച്ച് തന്നെ നടത്താം. ഓക്കെ, നമുക്കറിയാം ഇത് നമ്മളുടെ ബാലൻസ് ഷീറ്റിന്റെ this is our liability side and this is our asset side. അപ്പം ലയബിലിറ്റി സൈഡിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ എന്തൊക്കെയാണ്? ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഉണ്ട്, അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, അല്ലെ? ക്യാപിറ്റൽ ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്. സോ ക്യാപിറ്റൽ ദെൻ ക്രെഡിറ്റേഴ്സ്. അപ്പൊ ഇനി നോക്കുക, ക്യാപിറ്റലും ക്രെഡിറ്റേഴ്സ് എമൗണ്ട് എത്ര? ക്യാപിറ്റലിന്റെയും ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് എത്ര? ക്യാപിറ്റലിന്റെ ഫൈനൽ എത്ര വന്നിട്ടുള്ളത്? ലാസ്റ്റ് ഡേ എത്ര വന്നിട്ടുള്ളത്? 5,86,000 അല്ലെ? 5,86,000. ക്രെഡിറ്റേഴ്സ് എത്രയാണ്? 5,000. അപ്പൊ 5,86,000 5,000. ഇനി ആസെറ്റ് സൈഡിൽ എന്തൊക്കെ വന്നിട്ടുണ്ട്? ആസെറ്റ് സൈഡിൽ തുടക്കത്തിലെ ക്യാഷ് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? ക്യാഷ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, ഫർണിച്ചർ, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, അല്ല 3 ഐറ്റംസ് ആണ്. അപ്പൊ ക്യാഷ്, ബാങ്ക്, ഫർണിച്ചർ, ദെൻ സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്. ഇത്ര ഐറ്റംസ്. അപ്പൊ ക്യാഷ് നോക്കാം. ക്യാഷിന്റെ ബാലൻസ് എത്രയാ? 77,000, 5 lakh, 5,000. ഓക്കെ, അപ്പൊ 77,000, 5 lakh, ഫർണിച്ചർ 5,000, 4,000, 5,000, 4,000, 5,000. ഓക്കെ, രണ്ട് സൈഡിലും നിങ്ങൾ ടോട്ടൽ നോക്കുക. ടോട്ടൽ ചെയ്ത് നോക്കിയാൽ എക്സാക്ട്ലി നിങ്ങളുടെ ലയബിലിറ്റി വിൽ ബി ഈക്വൽ ടു ആസെറ്റ്സ്. അതായത് നിങ്ങളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താ? ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ആണ്. ക്രെഡിറ്റേഴ്സ് ഈസ് ലയബിലിറ്റി, ദെൻ ഈസ് ഈക്വൽ ടു ആസെറ്റ്സ്. അതായത് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വിൽ ബി ഈക്വൽ ടു യുവർ റൈറ്റ് ഹാൻഡ് സൈഡ്. അത് പ്രോപ്പർ ആയിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് ടോട്ടൽ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് പ്രോബ്ലം എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്ത് നോക്കണം, ചെയ്ത് നോക്കിയേ പറ്റും. എന്നാൽ ഇതൊരു ബേസിക് പ്രോബ്ലം ആണ്. ഇതിൽ തന്നെ നമുക്ക് ചില ഐറ്റംസുകളിൽ ചില ബുദ്ധിമുട്ടുകൾ അറൈസ് ചെയ്യും. ചില ക്വസ്റ്റ്യൻസ് സമയത്ത് ചില ഐറ്റംസുകളിൽ ചില ബുദ്ധിമുട്ടുകൾ അറൈസ് ചെയ്യും, ചില കൺഫ്യൂഷൻസ് വരും. അങ്ങനെയുള്ള ചില ഐറ്റംസുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയേണ്ടത്. അതായത് ഒന്നാമത്തെ ഐറ്റമാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, അൺഏൺഡ് ഇൻകം. ഇതൊക്കെ എന്താണ് എന്നാണ് മനസ്സിലാക്കാം. ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട എക്സ്പെൻസ് ആണ്, ബട്ട് നമ്മൾ ഇത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. അതായത് എക്സ്പെൻസ് ഡ്യൂ ആയിട്ടുണ്ട് ബട്ട് നോട്ട് പെയ്ഡ്. എന്താ പറഞ്ഞത്? എക്സ്പെൻസ് ഡ്യൂ ആണ്, അതായത് ഈ മാസത്തെ വാടക നമ്മൾ കൊടുക്കേണ്ടതായിരുന്നു, ബട്ട് എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. ഓക്കെ, കൊടുക്കേണ്ടതായിരുന്നു പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് ഞാൻ പറഞ്ഞു. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസ് ഡ്യൂ, അല്ലെ? എക്സ്പെൻസ് ഡ്യൂ
but not paid. Okay, expense due but not paid. Okay, expense due but not paid. അതാണ് ഇത് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്. ഇതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിനെ എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിംഗ് ഇക്വേഷനിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് രണ്ട് ആസ്പെക്ട്സ് ആണ് വരിക. നമ്മൾ ഒന്ന് എന്ത് ചെയ്യുക, ക്യാപിറ്റലിൽ നിന്നിട്ട് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. രണ്ടാമത് ഇത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, ഡ്യൂ ആയിട്ട് കൊടുത്തു കഴിഞ്ഞ് കൊടുക്കാനാണെങ്കിൽ നമ്മൾ ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ട് കാണിക്കുന്നു, ലയബിലിറ്റി ആയിട്ട് എന്ത് ചെയ്യണം, കാണിക്കണം. അതായത് ലയബിലിറ്റി സൈഡിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എന്തിന്റെ പേരിൽ, ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുള്ള പേരിൽ ഇത് ആഡ് ചെയ്യുകയും വേണം. ഇതാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിന്റെ ട്രീറ്റ്മെന്റ്. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിന്റെ ട്രീറ്റ്മെന്റ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്താ ചെയ്യേണ്ടത്, ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യുകയും ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുള്ള പേരിൽ കാണിക്കണം. നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് സൂചിപ്പിക്കുന്നത് ഒബാർ എസ് എന്ന രീതിയിലാണ് സൂചിപ്പിക്കുക. ഓക്കെ, ഇനി പ്രീപെയ്ഡ് എക്സ്പെൻസ്. അടുത്തതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് നെക്സ്റ്റ് അടുത്ത മാസത്തെ വാടക, നമ്മുടെ കയ്യിൽ കുറെ പൈസ ഉണ്ട്, അധികം പൈസ നമ്മുടെ കയ്യിൽ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, അടുത്ത മാസത്തെ എന്ത് ചെയ്തു, റെന്റ് എന്ത് ചെയ്തു, മുൻകൂട്ടി കൊടുത്തു. നെക്സ്റ്റ് മന്തിലെ റെന്റ് എന്ത് ചെയ്തു, അഡ്വാൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് കൊടുത്തു. അതായത് പ്രീപെയ്ഡ് എക്സ്പെൻസ്, മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്തു, കൊടുത്തു. ഓക്കെ, ഒരു എക്സാമ്പിൾ രീതിയിൽ അവിടെ മെൻഷൻ ചെയ്യുന്നു, റെന്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്തു, റെന്റ് അടച്ചു. അപ്പൊ മുൻകൂട്ടി നമ്മൾ ഒരു റെന്റ് അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നോർമൽ എന്ത് സംഭവിക്കും, മുൻകൂട്ടി നമ്മൾ ഒരു റെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോകും, ക്യാഷ് പോകും. അല്ല, നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോകും, ക്യാഷ് പോകും. അതായത് അസറ്റ് സൈഡിൽ എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. ക്യാഷ് അസറ്റ്സിൽ എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. ഒരു ഇമ്പാക്ട്. രണ്ടാമത്തെ ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്ത് തന്നെയാണ്, ഒരു അസറ്റ് കൂടിയാണ്. കാരണം ഇനി എന്താ, ആ ഒരു സർവീസ് നമുക്ക് ലഭിക്കാനാണ്. നമുക്ക് എന്താണ്, അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത മാസം അയാള് അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ഓണർ നമുക്ക് എന്ത് തന്നേ പറ്റൂ, ആ റൂം അല്ലെങ്കിൽ ആ ഒരു ബിൽഡിംഗ് നമുക്ക് എന്തിന് തരണം, ഉപയോഗിക്കാൻ തന്നേ പറ്റും. കാരണം നമ്മൾ കൂട്ടി അതിന്റെ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ നമുക്ക് അതെന്താണ്, ഒരു അസറ്റ് തന്നെയായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും, അസറ്റ് സൈഡില് ക്യാഷിൽ എന്ത് ചെയ്തു, അസറ്റ് ആയിട്ട് കുറയ്ക്കുകയും അസറ്റ് സൈഡില് പ്രീപെയ്ഡ് എന്ന പേരിൽ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്തിട്ട് കാണിക്കും. അസറ്റ് പ്രീപെയ്ഡ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് എന്ന പേരിൽ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്തിട്ടും കാണിക്കും. ഓക്കെ, ഈ നെക്സ്റ്റ് ഐറ്റം ആണ് നമ്മളുടെ ഏത്, അക്രൂഡ് ഇൻകം. എന്താണ് അക്രൂഡ് ഇൻകം? അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഏൺഡ്. ഓക്കെ, എന്താണ്, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. എന്താണ്, ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. അതായത് നമ്മളൊരു സർവീസ് കൊടുത്തു, പക്ഷെ ആ സർവീസ് കൊടുത്തു കഴിഞ്ഞു, പക്ഷെ അതിന്റെ ഇൻകം എന്ത് ചെയ്തിട്ടില്ല, കയ്യിൽ കിട്ടിയിട്ടില്ല, പക്ഷെ ഇൻകം ജനറേറ്റ് ചെയ്തു. ഇൻകം കയ്യിലേക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ ഇൻകം എന്ത് ചെയ്തിട്ടുണ്ട്, ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സേവോർ ഞാൻ ഒരു ട്യൂഷൻ എടുക്കുകയാണ്, ഒരു കുട്ടിയെ ട്യൂഷൻ എടുക്കുന്ന സമയത്ത്, അപ്പൊ ആ കുട്ടിക്ക് ട്യൂഷൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ പേയ്മെന്റ് വാങ്ങുന്നത്. അവരിൽ ബേസിസ് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ക്ലാസ് എടുത്ത് കൊടുക്കുന്നു, എന്നിട്ട് പേയ്മെന്റ് വാങ്ങുന്നു. ഓക്കെ, അപ്പം നമ്മൾ നോക്കുക, നമ്മൾ കൊടുക്കേണ്ട സർവീസ് ഞാൻ കൊടുത്തു കഴിഞ്ഞു. ക്ലാസ് എടുത്ത് കൊടുക്കായിരുന്നു എന്റെ സർവീസ്, അത് ഞാൻ കൊടുത്തു. അപ്പം ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എനിക്ക് എന്തായി, എന്റെ ഇൻകം ജനറേറ്റ് ആയിട്ടുണ്ട്, ഞാൻ ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എന്ത് ചെയ്തിട്ടില്ല, ഞാൻ റിസീവ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ, അങ്ങനെ സിറ്റുവേഷൻ സമയത്ത് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ എങ്ങനെ ബാധിക്കുമെന്ന്. അപ്പൊ എനിക്കറിയാം, ഇൻകം വന്നു കഴിഞ്ഞാൽ ഇതിന് രണ്ട് ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻകം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഏതിന്റെ കൂടെ ആഡ് ചെയ്യണം, ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യണം. പിന്നെ ഇനി ഇത് കിട്ടാനാ, കയ്യിൽ കിട്ടിയോ, റിസീവ് ചെയ്തിട്ടില്ല. റിസീവ് ചെയ്യാനാണെങ്കിൽ നമുക്കറിയാം, ഒരാൾ ക്യാഷ് നമുക്ക് തരാനുണ്ടെങ്കിൽ നമ്മൾ പറയും ഡെപ്റ്റർ ആണ് എന്നാണ് പറയാം. അപ്പൊ നമ്മളവിടെ എന്ത് ചെയ്യും, അസറ്റിന്റെ കൂടെ, പക്ഷെ ഡെപ്റ്റർ എന്നുള്ള കാര്യം
കുറച്ച് ബെറ്റർ അസറ്റിന്റെ കൂടെ നമ്മൾ ഏത് ടേം യൂസ് ചെയ്യും? അക്രൂഡ് ഇൻകം. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞ പേരിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അസറ്റിൽ ആഡ് ചെയ്യാണ് ചെയ്യാൻ. അപ്പം അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യണം അസറ്റിൽ അക്രൂഡ് ഇൻകം എന്നുള്ള ടേമിൽ. അതായത് അക്രൂഡ് റെന്റ്, ഓക്കെ, അല്ലെങ്കിൽ അക്രൂഡ് കമ്മീഷൻ, അങ്ങനെ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഐറ്റത്തിന്റെ കൂടെ നിങ്ങൾ അക്രൂഡ് ടേം കൂടി ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? അസറ്റ് സൈഡിൽ ആഡ് ചെയ്ത് കാണിക്കാം. ഇനി ലാസ്റ്റ് ഐറ്റം, കൺഫ്യൂഷൻ വരുന്ന ലാസ്റ്റ് ഐറ്റം, അതാണ് അൺഏൺഡ് ഇൻകം. എന്താണ് അൺഏൺഡ് ഇൻകം? അൺഏൺഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം നോട്ട് ഏൺഡ് ബട്ട് റിസീവ്. എന്താ പറഞ്ഞത്? ഇൻകം നോട്ട് ഏൺഡ് ബട്ട് റിസീവ്ഡ്. നമ്മൾ ഏൺ ചെയ്തിട്ടൊന്നുമില്ല. ഇൻകം നേരത്തെ പറഞ്ഞ തന്നെ ഇൻകം ഏൺ ചെയ്തിട്ടില്ല, പക്ഷെ അത് മുൻകൂട്ടി നമ്മുടെ കയ്യിൽ കിട്ടിയത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പേ, നമ്മൾ ഗുഡ്സ് വെക്കുന്നതിന് മുമ്പേ, നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പേ തന്നെയായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? അതിന്റെ പേയ്മെന്റ് കിട്ടുന്നു. അത് നമുക്ക് നമ്മൾ എന്ത് വാങ്ങുന്നു? അഡ്വാൻസ് റിസീവ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ അഡ്വാൻസ് റിസീവ് ചെയ്തു. ഓക്കെ, അപ്പോൾ അഡ്വാൻസ് റിസീവ് കഴിഞ്ഞാൽ ചെയ്ത് കൊടുത്തേ പറ്റൂ. അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് കൈപ്പറ്റി കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കണമല്ലോ, നിർബന്ധമായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തേ പറ്റൂ. അപ്പം അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അൺഏൺഡ് ഇൻകം. അപ്പം നമുക്ക് അവിടെ ഒരു ബാധ്യതയാണ് ശരിക്കും പറഞ്ഞാൽ അറൈസ് ചെയ്ത് വരുന്നത്, അല്ലെ? കാരണം ഈ സർവീസ് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് കൊടുക്കണം. ഓക്കെ, പിന്നെ നമുക്ക് ക്യാഷ് എന്തായിട്ടുണ്ട്? റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിത് അസറ്റില് ക്യാഷിന്റെ കൂടെ എന്ത് ചെയ്യും? ആഡ് ചെയ്ത് കാണിക്കുകയും അതേപോലെ തന്നെ ഇനി ഇതിന്റെ സർവീസ് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് കൊടുക്കണം. സർവീസ് മസ്റ്റ് ബി പ്രൊവൈഡ്, നിർബന്ധമായിട്ട് കൊടുത്തേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എന്തായിട്ട് മാറും? ഒരു ലയബിലിറ്റി ആയിട്ടും മാറും. അപ്പൊ ലയബിലിറ്റീസ് ആയിട്ട് നമ്മൾ എന്ത് പേരിൽ കാണിക്കും? അൺഏൺഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ആഡ് ചെയ്യുകയും ചെയ്യും. ലയബിലിറ്റി സൈഡിൽ അൺഏൺഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ആഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, അൺഏൺഡ് ഇൻകം പ്രോപ്പർ ആയിട്ട് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഫട്ടാഫട്ട് എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം? ഇതിന്റെ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും എടുത്തു വെക്കണമെങ്കിൽ എന്ത് ചെയ്യാം? എടുത്തു വെക്കുക. ഓക്കെ, ഇത് ഈ 4 കാര്യങ്ങൾ ട്രാൻസാക്ഷൻസ് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് അധികവും വരാം. ഞാൻ നേരത്തെ ചെയ്തത് ഒരു ബേസിക് പ്രോബ്ലം ആണ്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യും? വരുന്ന ക്ലാസ്സുകൾ എന്തായിരിക്കും? ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള കുറച്ച് ടിപ്പിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ് വേർഡ് പ്രോബ്ലംസ് എന്ന് ഉദ്ദേശിക്കുന്നത്. വേർഡ് പ്രോബ്ലംസ് എന്താണ്? വേർഡ് പ്രോബ്ലംസ്. ഈ വേർഡ് പ്രോബ്ലംസ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നോക്കുക. നമുക്ക് ഇതിൽ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലിനെ കുറിച്ചിട്ട് നമ്മൾ അതിൽ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്താണ്? ക്ലോസിംഗ് ക്യാപിറ്റൽ എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലേക്ക് പോയി നോക്കാം. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്കറിയാം നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ നമ്പർ 1, അത് ഫസ്റ്റ് ഡേയില് നമ്മളുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh ആയിരുന്നു. ഇതാണ് നമ്മളുടെ എന്ത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ. ലാസ്റ്റ് ഡേ എത്തുന്ന സമയത്താണ് നമ്മളുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 5,68,000. അപ്പൊ ഈ ഓപ്പണിംഗിൽ നിന്ന് ക്ലോസിംഗ് ക്യാപിറ്റലിലേക്ക് എത്തുന്ന സമയത്ത് പല കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ നടന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നതെന്ന് നോക്കാം. ആദ്യം നടന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ഇക്വേഷൻ പ്രകാരം ആദ്യം നടന്ന കാര്യം എന്താണ്? പുതിയ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ട് അതെന്ത് ചെയ്തു? ആഡ് ചെയ്തു. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? ആഡ് ചെയ്തു, അല്ലെ? അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന് ആഡ് ചെയ്തു. പിന്നെ ഇവിടെ ഒന്നും അഡീഷൻസ് ഒരു മാറ്റവും വന്നിട്ടില്ല. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു 2000 അഡീഷണൽ വന്നു. എന്തായിരുന്നു ഈ 2000? അറിയാം, 3000 സ്റ്റോക്ക് 5,000 നമ്മൾ വിറ്റു, അല്ലെ? അപ്പൊ 2000 ഇൻകം ജനറേറ്റ് ചെയ്തു. അപ്പൊ ഈ ഇൻകം നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ആഡ് ചെയ്ത് കൊടുത്തു, അല്ലെ? പിന്നെ നമ്മൾ നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലായി ഇവിടെ എന്ത് നടന്നിട്ടുണ്ട്. നമ്മളുടെ പേയ്മെന്റ് 13,000 രൂപയുടെ ക്യാഷ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി. ട്രാൻസാക്ഷൻ നമ്പർ 7 പറഞ്ഞിട്ടുണ്ട്, അതായത് എക്സ്പെൻസ് അല്ല 5,000 8,000 സാലറിയും റെന്റുമായിട്ട് നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞു 13,000 രൂപ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? എക്സ്പെൻസ് ലെസ് ചെയ്തു. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിരുന്നു ഇത്, അല്ല ഇതെന്തായിരുന്നു? ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിരുന്നു. ഈ ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ എന്ത് ആഡ് ചെയ്തു? ഇവിടെ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മളുടെ ഒരു പ്രോഫിറ്റ് അറൈസ് ചെയ്തു, അത് നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അതിനുശേഷം നമുക്കൊരു എക്സ്പെൻസ് വന്നു, എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്തു?
ലെസ് ചെയ്തു. ഇനി അതിനുശേഷം നമ്മൾ ലെസ് ചെയ്ത ഐറ്റം ലാസ്റ്റ് എന്താണ് പറഞ്ഞത്? ഡ്രോയിങ്സ് ആയിരുന്നു. പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്ത സാധനമായത് ഡ്രോയിങ്സ് ആയിരുന്നു. അപ്പൊ ആ ഡ്രോയിങ്സ് നമ്മൾ എന്ത് ചെയ്തു? ലെസ് ചെയ്തു. അങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഏതിലേക്ക് എത്തി? നമ്മൾ നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റലിലേക്ക്. ഇത്രയേ ഉള്ളൂ സംഭവം. വേർഡ് പ്രോബ്ലംസ് ഇതിന് ബേസ് കിട്ടാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഓപ്പണിംഗ് ക്യാപിറ്റല് നിങ്ങൾ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ ക്ലോസിംഗ് ക്യാപിറ്റലിലേക്ക് എത്തുന്ന സമയത്ത് അതിന്റെ ഇടയിൽ ഇതിന് ഇമ്പാക്ട് ചെയ്യുന്ന മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓപ്പണിംഗ് ക്യാപിറ്റൽ മുതൽ ക്ലോസിംഗ് ക്യാപിറ്റൽ വരെ ഇമ്പാക്ട് ചെയ്യുന്ന 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഡീഷണൽ ക്യാപിറ്റല്, ഇൻകം, അതേപോലെ തന്നെ എക്സ്പെൻസ്, പിന്നെ അതേപോലെ തന്നെ ഏതാണ്? നമ്മളുടെ ഡ്രോയിങ്സ്. ഈ 3 കാര്യങ്ങളാണ്, ഈ 4 കാര്യങ്ങളാണ് നമ്മളുടെ ഇമ്പാക്ട് ചെയ്യുന്നത്. അതേ 4 കാര്യങ്ങളാണ് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് അല്ലെ. നോക്കുക, ഓപ്പണിംഗ് ക്യാപിറ്റൽ, ആഡ് അഡീഷണൽ ക്യാപിറ്റൽ, ആഡ് പ്രോഫിറ്റ് നോട്ട് ഇൻകം, ആഡ് പ്രോഫിറ്റ് എത്രയാണോ ലാഭം ഉണ്ടാക്കിയത് അതിന് ലാഭം പ്രോഫിറ്റ്. എന്തെങ്കിലും ലോസസ് ഉണ്ടെങ്കിൽ ലോസസ് നിങ്ങൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ലെസ് ഡ്രോയിങ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ ഒരു അക്കൗണ്ടിങ് ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്ന് ക്ലോസിംഗ് ക്യാപിറ്റലിലേക്ക് എത്താം. ഇത് വളരെ ടിപ്പിക്കൽ ആയിട്ടൊക്കെ പല ടീച്ചേഴ്സും പറയാറുണ്ട്, ഇത് സ്റ്റേറ്റ്മെന്റ് കാണപ്പാടം പഠിച്ചു വെക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ബട്ട് എനിക്ക് തോന്നുന്നു അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്ന് ക്ലോസിംഗ് ക്യാപിറ്റൽ എത്തുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ആ ക്വസ്റ്റിൽ വന്നിട്ടുള്ളത്. അത് മാത്രം ആലോചിച്ചാൽ വരുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു, നിങ്ങൾ അത് ആഡ് ചെയ്തു. പ്രോഫിറ്റ് വന്നു, നിങ്ങൾ അത് ആഡ് ചെയ്തു. നിങ്ങൾക്ക് ലോസ് വന്നു, നിങ്ങൾ അത് ലെസ് ചെയ്തു. നിങ്ങൾ പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്തു, ഡ്രോയിങ്സ് നിങ്ങൾ അത് ലെസ് ചെയ്തു. ഇവിടെ എത്തി? ക്ലോസിംഗ് ക്യാപിറ്റലിലേക്ക് എത്തി. സോ സിമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ദ ടോട്ടൽ അസറ്റ്സ് ഓഫ് ദ ബിസിനസ്. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ അസറ്റ്സ് ഓഫ് ദ ബിസിനസ് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. ടോട്ടൽ അസറ്റ്സ് എത്രയാണെന്ന് കമ്പ്യൂട്ട് ചെയ്യാം. നോക്കാം. നമുക്കിവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളുണ്ട്. 4 lakh ക്യാപിറ്റൽ തന്നു, ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട് 3 lakh, റവന്യൂ ഏൺഡ് ഡ്യൂറിംഗ് ദ പീരിയഡ് 7,50,000, എക്സ്പെൻസസ് ഇൻകേർഡ് ഡ്യൂറിംഗ് ദ പീരിയഡ് 2 lakh, വാല്യൂ ഓഫ് ഫിനിഷ്ഡ് സ്റ്റോക്ക് 2 lakh. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് ടോട്ടൽ അസറ്റ്സ് ആണ് കാണാൻ പറയുന്നത്. അപ്പൊ നമുക്കറിയാം അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ആണല്ലോ. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അപ്പൊ അസറ്റ്സ് നമുക്ക് അറിയില്ല അല്ലെ, അസറ്റ്സിന്റെ വാല്യൂ നമുക്ക് അറിയില്ല. പക്ഷെ നമുക്ക് നോക്കാം, ലയബിലിറ്റി ഉണ്ടോ? യെസ്, 3 lakh ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി വന്നിട്ടുണ്ട്. ദെൻ പ്ലസ് ക്യാപിറ്റൽ നമുക്കറിയാം എത്രയാണ്? 4 lakh പ്ലസ് റവന്യൂ ഡ്യൂറിംഗ് ദ പീരിയഡ് എത്രയുണ്ട്? 7,50,000. ദെൻ എക്സ്പെൻസസ് ഡ്യൂറിംഗ് ദ പീരിയഡ് എത്രയുണ്ട്? മൈനസ്. അപ്പൊ എക്സ്പെൻസ് ലെസ് ചെയ്യണം. അത് എത്രയാണ്? 2 lakh. ഇനി വാല്യൂ ഓഫ് ഫിനിഷ്ഡ് സ്റ്റോക്ക് 2,00,000 ഫിനിഷ്ഡ് സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ വളരെ അത് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് അത് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി തന്നെ. കാരണം നമ്മൾ കാണാൻ പറയുന്നത് ടോട്ടൽ അസറ്റിന്റെയാണ്, മൊത്തം അസറ്റിന്റെ വില കിട്ടാനല്ലേ. കാരണം സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഏതിൽ ഉൾപ്പെടും? അസറ്റിൽ ഉൾപ്പെടും. അപ്പൊ നമുക്ക് കണക്ക് ഈസി ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? 2 lakh മാറ്റി വെക്കാം. ഓക്കെ, അപ്പം അസറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 3 lakh പ്ലസ് 4 lakh എത്ര? 7 lakh. 7 lakh, then 7,50,000 മൈനസ് 2 lakh അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, ലയബിലിറ്റി അതേപോലെ എടുക്കാം. ലയബിലിറ്റി എത്രയാണ്? 3 lakh ഉണ്ട്. ദെൻ ക്യാപിറ്റലിന്റെ പാർട്ട് നോക്കുകയാണെങ്കിൽ 4 lakh മൈനസ് 2 lakh ഉണ്ട്. അപ്പൊ 2 lakh തന്നെ. പിന്നെ 7,50,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര? 9,50,000. അപ്പൊ അങ്ങനെയാണെങ്കിൽ അസറ്റ് വിൽ ബി ഈക്വൽ ടു എത്രയാണ്? 9,50,000 പ്ലസ് 3 lakh ദാറ്റ് വിൽ ബി ഈക്വൽ ടു 12,50,000. അപ്പൊ അതില് 12,50,000 2 lakh എന്താണ്? ഫിനിഷ്ഡ് സ്റ്റോക്ക് ആണ്. അപ്പൊ നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് സ്റ്റോക്ക് 2 lakh എന്ത് ചെയ്യേണ്ട? കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, കുറച്ച് ടിപ്പിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അജിത് കമൻസ് ഹിസ് ബിസിനസ് ഓൺ 1st April 2023. ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലാക്കണം. ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. 1st April, 1st January എന്നൊക്കെയാണെങ്കിൽ അതെന്താണ്? ഓപ്പണിംഗ് ഡേറ്റ് ആണ്. 31st March, 31st December എന്നൊക്കെ പറഞ്ഞാൽ അതെന്താണ്? ക്ലോസിംഗ് ഡേറ്റ് ആണ്. With a capital of rupees 30,000 on 31st March 2024, his assets were 50,000, liabilities were 10,000. Find out his closing capital and the profits earned during the period. രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കാനുള്ളത്. ഒന്ന്, ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന്, പിന്നെ അതേപോലെ തന്നെ പ്രോഫിറ്റ്
ഏൺ ചെയ്തതും എത്രയാണ്? ഈ രണ്ട് ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ നമുക്കറിയാം ഇതായിരുന്നു നിങ്ങളുടെ എന്ത് ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പൊ ഈ ക്ലോസിംഗ് ക്യാപിറ്റൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? ക്ലോസിംഗ് ഡേറ്റിലെ അസറ്റ്സും ക്ലോസിംഗ് ഡേറ്റിലെ ലയബിലിറ്റി വെച്ചിട്ടല്ലേ നിങ്ങൾക്ക് എന്ത് കിട്ടുക? ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടുക. ക്ലോസിംഗ് ഡേറ്റിലെ അസറ്റ്സും ക്ലോസിംഗ് ഡേറ്റിലെ ലയബിലിറ്റി. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ അത് യൂസർ നിങ്ങൾക്ക് എന്ത് കിട്ടും? ക്ലോസിംഗ് ഡേറ്റിലെ ക്യാപിറ്റൽ കിട്ടും, അല്ലെ? അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ട് 31st March 2024. 31st March 2024 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? ക്ലോസിംഗ് ഡേറ്റ് അല്ലേ? അപ്പൊ ഈ ക്ലോസിംഗ് ഡേറ്റിലെ അസറ്റ്സ് എത്ര ഉണ്ട്? 50,000. ലയബിലിറ്റി എത്ര ഉണ്ട്? 10,000, അല്ലെ? അപ്പൊ നമ്മളുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ക്ലോസിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു, അല്ലെ, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. എത്ര രൂപയുടെ അസറ്റ് ആണുള്ളത്? 50,000 റുപ്പീസിന്റെ അസറ്റ് ആണുള്ളത്. ഈസ് ഈക്വൽ ടു ലയബിലിറ്റി എത്രയാണുള്ളത്? 10,000 ലയബിലിറ്റി ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ഉണ്ടായിരിക്കുക? ഈസ് ഈക്വൽ ടു 40,000. ക്യാപിറ്റൽ ഈക്വൽ ടു 40,000. അപ്പൊ ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണ് നമുക്ക് കിട്ടി? ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണ്? ഈസ് ഈക്വൽ ടു 40,000 ആണ് ക്ലോസിംഗ് ക്യാപിറ്റൽ. ഇത് നമുക്ക് അറിയുന്നത് പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് ഏൺഡ് നമുക്ക് എങ്ങനെ കിട്ടും? എങ്ങനെ പ്രോഫിറ്റ് ഏൺഡ് കിട്ടുക? എങ്ങനെ കിട്ടുക? കാരണം ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയായിരുന്നു? 30,000 31st മാർച്ചിന് അന്ന്. അതിൽ നിന്ന് ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാ? 40,000. 30,000 നിന്ന് 40,000 എത്തണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അഡീഷണൽ ക്യാപിറ്റൽ ആകാം. അഡീഷണൽ ക്യാപിറ്റൽ ആഡ് ചെയ്യണം, പ്രോഫിറ്റ് ആഡ് ചെയ്യണം, പിന്നെ എക്സ്പെൻസ് ലോസ് ചെയ്യണം, ലെസ് ചെയ്യണം, ഡ്രോയിങ്സ് ലെസ് ചെയ്യണം. അപ്പം നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അല്ലെ? ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് പ്ലസ് additional capital plus, sorry, not plus, additional capital minus additional capital minus എന്താ? expense or loss. Okay, minus drawings is equal to എന്താണ്? ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ്, അല്ലെ? നമുക്ക് ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്കറിയാം എത്രയാണ്? 30,000 പ്ലസ് പ്രോഫിറ്റ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ പ്രോഫിറ്റ് പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ തന്നിട്ടില്ല, എക്സ്പെൻസ് തന്നിട്ടില്ല, ഡ്രോയിങ്സ് തന്നിട്ടില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ 40,000. സോ പ്രോഫിറ്റ് വിൽ ബി ഈക്വൽ ടു എത്രയാണ്? 10,000 ആയിരിക്കും നിങ്ങളുടെ പ്രോഫിറ്റ് ഏൺഡ് ഡ്യൂറിംഗ് ദ പീരിയഡ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ on 31st March 2023, the assets and external liabilities were 31st March ആണ് ലാസ്റ്റ് ഡേ ആണ്. അസറ്റ്സും എക്സ്റ്റേണൽ ലയബിലിറ്റീസ് എത്രയാണ്? 2,06,000 ആയിരുന്നു. ഡ്യൂറിംഗ് ദ ഇയർ പ്രൊപ്രൈറ്റർ ഹാഡ് ഇൻട്രൊഡ്യൂസ് ദി ക്യാപിറ്റൽ ഓഫ് 20,000. അപ്പം അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ട് എത്ര? 20,000 അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. വിഡ്രോൺ 12,000, 12,000 രൂപ പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എത്ര? 20,000 പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബിഗിനിങ്, തുടക്കത്തിൽ എത്ര ക്യാപിറ്റൽ ഉണ്ടായിരിക്കുന്നത്, അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുന്നത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ, അല്ലെ? ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പം നമുക്ക് അറിയാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് മൈനസ് എക്സ്പെൻസ് മൈനസ് അല്ലെങ്കിൽ ലോസ് then minus drawings equal to closing capital. ഓപ്പണിംഗ് ക്യാപിറ്റലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് അറിയില്ല, അവിടെ നിൽക്കട്ടെ. അഡീഷണൽ ക്യാപിറ്റൽ നമുക്ക് അറിയാം. അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് എത്രയാണ്? 20,000. അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് എത്രയാണ്? 20,000 പ്ലസ് പ്രോഫിറ്റ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ എത്രയാണ്? 20,000. എക്സ്പെൻസസ്, എനി കൈൻഡ് ഓഫ് എക്സ്പെൻസസ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. എക്സ്പെൻസസ് ഒന്നും തന്നെ
പറഞ്ഞിട്ടില്ല. Then drawings പറഞ്ഞിട്ട് എത്ര 12,000. He made withdrawn 12,000 for his personal use. 12,000 is equal to closing capital. എവിടുന്നാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടുക? എങ്ങനെയാ ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടുക? ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടുക on 31st March 2023 assets and external liabilities എത്രയുണ്ട്? 2,06,000. 2,06,000 ഉണ്ട് എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ക്ലോസിംഗ് ക്യാപിറ്റൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് അതേ രീതി തന്നെ ഇവിടെയും കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. എങ്ങനെയാ കിട്ടുക? ക്ലോസിംഗ് ക്യാപിറ്റൽ അല്ലെ, അതായത് ക്ലോസിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ്സ് ഉണ്ട് അല്ലെ, അസറ്റ്സ് ആൻഡ് ഇവിടെ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ഉണ്ട് അല്ലെ. അപ്പൊ അസറ്റ് മൈനസ് ലയബിലിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു അസറ്റ് എത്രയുള്ളത് 2 lakh മൈനസ് ലയബിലിറ്റി എത്രയുള്ളത് 6,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 1,94,000. 1,94,000. തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ഇതേപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റിലെ ലയബിലിറ്റി ലാസ്റ്റ് ഡേറ്റിലെ അസറ്റും തന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റിലെ ക്യാപിറ്റൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പൊ ഇനി നോക്കി വെക്കുക, ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് 20,000 പ്ലസ് 20,000 40,000. 40,000 മൈനസ് 12,000 28,000 ഈസ് ഈക്വൽ ടു 1,94,000. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓപ്പണിംഗ് capital will be equal to 1,94,000 minus 28,000. വരും 0 0 0 1,80,000. നിങ്ങളൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കണേ. ടോട്ടൽ ചെയ്തിട്ടില്ല. എത്ര വരാം? ആൻസർ എത്ര വരാം? ആൻസർ എത്ര വരാം? 1,94,000 മൈനസ് 28,000 അല്ലേ? 14. 1,66,000. ഓക്കെ, മാത്സിൽ കുറച്ച് വീക്കാണ്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. 1,66,000. ഓക്കെ, സോ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അധികവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറൈസ് ചെയ്ത് വരിക. കൂടുതലും നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഈ വേർഡ് പ്രോബ്ലംസ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, അൺഏൺഡ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഈ രീതിയിലുള്ള മിക്സ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും കൂടുതലും വരും. ഹോപ്പ് അക്കൗണ്ടിങ് ഇക്വേഷന്റെ ഭാഗങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് അധികം പ്രോബ്ലംസുകൾ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ചെയ്യുന്നതായിരിക്കും. കുറച്ച് വർക്ക് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തരുന്നതായിരിക്കും. നിങ്ങളുടെ നോട്ട്സ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രസന്റേഷൻ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. വൺസ് അഗൈൻ മൈസെൽഫ് അരുൺ കുമാർ, അസിസ്റ്റന്റ് പ്രൊഫസർ. ചില പ്രശ്നങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതെല്ലാം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ.